നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചാലാജിം കെയർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ എബ്രഹാം ജോൺ തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം. പ്രമേഹ നിയന്ത്രണം നാം ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. എന്താണ് ഡോക്ടർ പ്രമേഹം? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഒരു ഹൈ ലെവൽ ഓഫ് ബ്ലഡ് ഷുഗർ കുറെ നാളത്തേക്ക് ഫോർ പ്രൊലോങ് പീരിയഡ് ഓഫ് ടൈം ബോഡിയിൽ ഒരു ഹൈ ബ്ലഡ് ഷുഗർ ആകുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മോർ ദാൻ 126 മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണെങ്കിൽ നമ്മൾ അത് ഡയബറ്റീസ് മെലൈറ്റസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ കൂടെ നമ്മളെ പേഷ്യന്റിന്റെ സിംറ്റംസ് കൂടെ നോക്കും. ഇൻക്രീസ്ഡ് ദാഹം, ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ്, ഇൻക്രീസ്ഡ് വിശപ്പ്, എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുന്നത്, വെയിറ്റ് കുറയുന്നത്, ഇങ്ങനെ ഈ സിംറ്റംസും കമ്പൈൻഡ് വിത്ത് ഈ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മളത് പ്രമേഹമായിട്ട് പറയും. അപ്പൊ ഈ പ്രമേഹത്തിനകത്ത് പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, പിന്നെ ജെസ്റ്റേഷണൽ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന, പിന്നെ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ബ്ലഡ് ഷുഗർ 126 വരെ എത്തത്തില്ല, പക്ഷെ അതിന് താഴെ 110 തൊട്ട് 175 വരെ, പക്ഷെങ്കിൽ അവർക്ക് അധികം സിംറ്റംസ് കാണത്തില്ല. അപ്പൊ ഇതിനെ പറ്റി ഞാൻ ഒരു ഇച്ചിരി 2 ലൈൻ പറഞ്ഞോട്ടെ. അപ്പൊ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഓർഗൻ പാൻക്രിയാസ്. അപ്പൊ ഈ പാൻക്രിയാസിനകത്ത് ആൽഫ സെൽസും ബീറ്റാ സെൽസ് എന്നും പറഞ്ഞുകൊണ്ട് 2 ടൈപ്പിലെ സെൽസ് ഉണ്ട്. അപ്പൊ ഈ ബീറ്റാ സെൽസ് ആ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ബീറ്റാ സെൽസിന് വല്ലതും പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുന്നത്. അപ്പൊ അതാ ടൈപ്പ് 1 ഡയബറ്റീസ് മെലൈറ്റസ്. അത് കൂടുതലും ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന അവരിലാണ് കാണുന്നത്. പിന്നെ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സെൽസ് ഈ ഉണ്ടാക്കുന്ന ഇൻസുലിൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പർലി. അപ്പൊ അതിന് നമ്മൾ പറയുന്ന മെഡിക്കൽ ടെർമിനോളജിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാ. അപ്പൊ അതിന്റെ കൂടെ ചിലപ്പോൾ ഇച്ചിരി ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിനും കൂടെ കാണും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റസ് ആകുന്നത്. അത് സാധാരണ ഇച്ചിരി കൂടെ പ്രായം കൂടുതലുള്ളവരെല്ലാം കാണുന്നത്. പിന്നെ പ്രഗ്നന്റ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ നമുക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ഇവർക്ക് ഈ പ്രഗ്നൻസിയുടെ മുന്നേ ഇങ്ങനെ ബ്ലഡ് ഷുഗറിന്റെ ഒന്നും കംപ്ലയിൻസ് കാണത്തില്ല, പക്ഷേ ഡ്യൂറിങ് പ്രഗ്നൻസി അവർ ഇങ്ങനെയുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവരുടെ പ്രഗ്നൻസി നോർമലായിട്ട് പോവാൻ അവരത് ടെസ്റ്റ് ചെയ്യുകയും അത് ട്രീറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബേബിക്ക് കോംപ്ലിക്കേഷൻസ് കാണാം. പിന്നെ ഈ ജെസ്റ്റേഷൻ, ഈ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നോർമലിലോട്ട് തന്നെ റിവേർട്ട് ചെയ്യും. പക്ഷെങ്കിൽ ചിലർ ഫ്യൂച്ചറിൽ ഡയബറ്റിക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇത് മൂന്നും ആ മെയിൻ 3 ടൈപ്സ്. പിന്നെ നമുക്ക് പ്രീ ഡയബറ്റീസ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സുഭാഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹായ് സാർ. എനിക്ക് കഴിഞ്ഞ വർഷം ഈ പാർട്ടിയുടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു സാർ. സുഭാഷ്, ഒന്നും കൂടെ ചോദിച്ചോളൂ. ചോദ്യം ക്ലിയർ അല്ല. സാർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. എനിക്ക് അതായത് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഫാറ്റി ലിവറിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷമാണ്. 48 വയസ്സുണ്ട് എനിക്ക്. സുഭാഷ്, ടിവിയുടെ വോളിയം കുറച്ച് വെക്കുവോ? കുറക്കാം. 48 വയസ്സുണ്ടായിരുന്നു എനിക്ക്. 48 വയസ്സുണ്ട് സുഭാഷിന്. കഴിഞ്ഞ വർഷമായിരുന്നു. പക്ഷെ അത് ആ രോഗം മാറി. അതിനുശേഷം പിന്നെ എനിക്ക് ഡയബറ്റിക്സിന്റെ കംപ്ലൈന്റ് വന്നു. അതായത് ആ സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ 190 ഉണ്ടായിരുന്നത്. 190. അങ്ങനെ അത് ടാബ്ലറ്റ് ടാബ്ലറ്റ് ചെയ്തതിന് ശേഷം എനിക്കത് 130 ആ റേഞ്ചിലേക്കാണ് വന്നത്. 130 റേഞ്ച് ആയപ്പോ ഈ മാസത്തിൽ ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്യലുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 4 മാസം ആയുള്ള ഈ അസുഖം വന്നിട്ട്. അപ്പൊ ഈ മാസത്തിൽ 2 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത് 29, 30 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ അതെന്താ സാർ, അത് അതിലും ഇനി കുറയൂലേ? അത് ഞാനാണെങ്കിൽ ഒരു മധുരമുള്ള ഒരു സാധനം അങ്ങനെ ഒന്നിലൊരു സാധനം കഴിക്കുന്നില്ല. രാവിലെ സാധാരണ വൈകിട്ട് രാവിലെ എല്ലാം നടക്കുന്ന ഒരാളാണ്.
ഹാ വൈകിട്ടാണെങ്കിൽ സുഭാഷ് ചപ്പാത്തി. ഞാൻ പറഞ്ഞോട്ടെ? എന്താ സാർ? ഞാൻ പറഞ്ഞോട്ടെ? അത് ഇനി വല്ലതും ഉണ്ടോ പറയാൻ? ഇല്ല, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ സുഭാഷ്, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ മധുരം കഴിക്കുന്നതിന്റെ മാത്രമല്ല, അതിനകത്ത് വേറെ പല ഫാക്ടേഴ്സും ഇൻവോൾവ് ഉണ്ട്. ഹോർമോണൽ ഫാക്ടേഴ്സും അങ്ങനെയുള്ള എക്സസൈസും അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഇൻവോൾവ് ഉണ്ട്. അപ്പൊ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി ഒരു ഫുൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് ഒരു ഫുൾ വർക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ഹാർട്ടിന്റെ ലിപ്പിഡ് പ്രൊഫൈല്, അപ്പൊ അങ്ങനെ ഒരു ഫുൾ ബോഡി വർക്കപ്പ് ചെയ്ത് കഴിഞ്ഞേ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ മനസ്സിലാകത്തുള്ളൂ. ചിലർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണാം. അപ്പൊ ഒരു ഫുൾ ബോഡി വർക്കപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം ഫുൾ ഒരു ബോഡി വർക്കപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ്. കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ. കിട്ടുമോ സുഭാഷ്? ഒന്നുകൂടി ചോദിക്കൂ. LFT ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുമോ? ഇത് LFT ഒക്കെ സാധാരണ ഉള്ള ലാബ്സിൽ എല്ലാം ചെയ്യുന്നതാ. സാധാരണ ഉള്ള ലാബ്സും ഹോസ്പിറ്റൽസിലും എല്ലായിടത്തും ഇത് ചെയ്യും. LFT എന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ ഫാറ്റി ലിവർ ഉള്ളതുകൊണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്ന എസെൻഷ്യലാണ്. സെക്കൻഡ്ലി, ആദ്യത്തെ പ്രാവശ്യം ഒരാൾ ഡയബറ്റിക് ആയിട്ട് വരുമ്പം ഒരു ഫുൾ ബോഡി ചെക്കപ്പ് പ്ലസ് ഒരു ഡയബറ്റിക് പ്രൊഫൈൽ, അതിനകത്ത് വരുന്ന എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ആദ്യം ഡയഗ്നോസ് ചെയ്യുമ്പം അത് എത്ര നാൾക്ക് ഉണ്ടായിരുന്നു, എത്ര കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ എല്ലാം ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഫിസിഷ്യനോ ഒരു ഡയബറ്റോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഒരു ഫുൾ ബോഡി ഡയബറ്റിക് വർക്കപ്പ് ചെയ്തിരിക്കണം, ഇൻക്ലൂഡിംഗ് എക്സാമിനേഷൻ ഓഫ് ദി ഐ. കണ്ണിന്റെയും ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് എടക്കാടുന്നാണ്. ആരാണ്? മുസ്താഖ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട്. ഡോക്ടർ, എനിക്കിപ്പോ ഒരു 36 വയസ്സായി. അപ്പൊ ഷുഗർ ഇപ്പം വന്നിട്ട് ഒരു വർഷമായി. ഷുഗർ തുടങ്ങിയിട്ട് ഒരു വർഷമായി എന്നാണോ മുസ്താഖ്? ഒരു വർഷമായി. 36 വയസ്സുണ്ട് മുസ്താഖിന്. 36 അല്ലേ? ഓക്കെ, പറഞ്ഞു. ഹലോ മുസ്താഖ്, ചോദിച്ചോളൂ. എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിച്ചോളൂ. ഇപ്പൊ ഭയങ്കര ശരീരത്തിൽ അങ്ങനെ ഭയങ്കര ക്ഷീണം അങ്ങനത്തെ ഒന്നും ഇതൊന്നുമില്ല. പക്ഷെ തടി ഭയങ്കരമായിട്ട്, വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു. വെയിറ്റ് നന്നായിട്ട് കുറയുന്നുണ്ട്. വെയിറ്റ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ അങ്ങനത്തെ ക്ഷീണോ ഇതൊന്നുമില്ല. പക്ഷെ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ 288 അങ്ങനെയല്ല, 288, 300. അതിന് മുന്നേ 120, 130, 150 പിന്നെയും കൂടി പിന്നെയും കുറയുന്നു. ഹലോ, വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? അപ്പൊ ഞാൻ ഉത്തരം തരട്ടെ? ഇതാ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസ് ഒരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആയതുകൊണ്ട് ഈ ഒരു ഷുഗർ ലെവൽ ടെസ്റ്റിംഗ് കൊണ്ട് മാത്രം ആയില്ല. നമ്മുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പും അത് കഴിഞ്ഞ് റെഗുലർ ആയിട്ട് ഇന്റർവെൽസിൽ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. സെക്കൻഡ്ലി, നമ്മൾ ഈ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറോ അത് അന്നന്നത്തെ ഷുഗർ ലെവൽസ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു HbA1c ചെയ്യണം, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽ. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് 4 മാസത്തെ ഷുഗർ ലെവലിനെ പറ്റി ഐഡിയ കിട്ടും. അപ്പൊ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് അപ്പം നമുക്കൊരു ഇച്ചിരി കൊണ്ട് ഒരു ശരിയായ ഐഡിയ കിട്ടും ഈ ലാസ്റ്റ് 4 മന്ത്സിൽ എങ്ങനെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ലെവൽ ആയിരുന്നോ അതോ ഇല്ലയോ എന്ന്. അപ്പം ഇനി ഒരു ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ HbA1c ലെവല് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറോ ഫിസിഷ്യനോ ഡയബറ്റോളജിസ്റ്റിനെയോ കൊണ്ടുവന്ന് കാണിക്കേണ്ടി വരും. പിന്നെ അടുത്ത കാര്യങ്ങൾ പുള്ളി പറയും. ഓക്കെ മുസ്താഖ്. ഡോക്ടർ, ഈ ബ്ലഡ് ഷുഗർ ടെസ്റ്റിലൂടെ മാത്രം ഈ പരിശോധനയെ പറ്റി അതിന്റെ ഒരു പ്രസക്തി എന്താണ്? ബ്ലഡ് ഷുഗർ ടെസ്റ്റിലൂടെ മാത്രം നമുക്ക് രോഗനിർണയം നടത്താൻ സാധിക്കുമോ?
ഇത് ചെക്ക് ചെയ്യുന്നതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാല് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഡിസീസ് ലോങ് ടേമിലും ഷോർട്ട് ടേമിലും രണ്ടിലും നമ്മുടെ ബോഡി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ബോഡിയിലെ മോസ്റ്റ് ഓഫ് ദി ഓർഗൻസ് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ലൈക്ക് ലിവർ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, പല പേഷ്യൻസിനും കിഡ്നി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അതിന് നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പത്തി എന്നാണ് പറയുന്നത്. പിന്നെ ഐസിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം, കാട്രാക്ട്, ഗ്ലൗക്കോമ, അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാകാം. പിന്നെ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാം, സ്കിൻ റാഷസ്. പിന്നെ നമ്മുടെ ഞരമ്പിന് പ്രോബ്ലം ഉണ്ടാകാം, നെർവ്സിന്. പിന്നെ നമ്മുടെ കാലയിലൊക്കെ അൾസേഴ്സ് ഉണ്ടാകാം. അങ്ങനെ ബോഡിയിലെ ഓൾമോസ്റ്റ് എല്ലാ ഓർഗനിലും ചേഞ്ചസ് ഉണ്ടാകാം, ഇൻക്ലൂഡിങ് ദ ഹാർട്ട്. അപ്പം ഇതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഡീലേ ചെയ്യാം. ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഡീലേ ചെയ്യുമ്പം ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ കിട്ടാം. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതിനകത്ത് തന്നെയുണ്ട്. ഈ റാൻഡം ബ്ലഡ് ഷുഗറോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ ചെയ്തിട്ട് മാത്രമായില്ല. ഈ പല ഓർഗൻസ് ഈ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അതാത് ആ ഓർഗൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ഇപ്പം കിഡ്നി ആണെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിനൂറിയ, യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ, പിന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ ലിവർ ആണെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഹാർട്ടിന്റെ ആണെങ്കിൽ ECG, ലിപ്പിഡ് പ്രൊഫൈൽ. അങ്ങനെ ഓരോ ഓർഗന് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്. പ്ലസ് ഡോക്ടർ ചെയ്യുന്ന ക്ലിനിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഒരു ന്യൂലി ഡയഗ്നോസ്ഡ് ഡയബറ്റിക്കിലോ ആദ്യത്തെ പ്രാവശ്യം ഡയബറ്റിക് ആണെന്ന് അറിയുമ്പോൾ നമുക്കറിയത്തില്ല എത്ര നാള് ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിരുന്നതാണ്. അപ്പൊ ഇത് മൊത്തം ഇവാലുവേഷന് വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യനോ ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് ഒരു തറോ ബോഡി ചെക്കപ്പ് പ്ലസ് ഫുൾ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറിന് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരുന്നു. ഡോക്ടർ, അതുപോലെ പ്രമേഹം ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കും? എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? അപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്താൽ അവർക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഫർദർ അങ്ങോട്ട് പുഷ് ചെയ്ത് കളയാം. അപ്പൊ ഒരു കോംപ്ലിക്കേഷൻസ് ഡീലേ ചെയ്യുന്നതിനകത്ത് തന്നെ നല്ലോണം ബെനിഫിറ്റ് ഉണ്ട്. കാരണം അന്നേരം വരെ അവർക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടാം. അപ്പൊ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനകത്ത് ഡയറ്റ് ആൻഡ് എക്സസൈസ്. അപ്പം ഡയറ്റിന് വേണമെങ്കിൽ ദേ ക്യാൻ കൺസൾട്ട് എ ഡയറ്റീഷ്യൻ, ഒരു പ്ലാൻഡ് ഡയറ്റ്. പിന്നെ റെഗുലർ എക്സസൈസും വിൽ ഓൾസോ ഹെൽപ്പ് ഈ ബോഡി ബ്ലഡ് ഷുഗറും കൺട്രോൾ ചെയ്യാനായിട്ട്. റെഗുലർ ബോഡി എക്സസൈസും ഹെൽപ്പ് ചെയ്യും. ഇതല്ലാതെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ട് ഉള്ളവര് അവരുടെ മെഡിക്കേഷൻസ് റെഗുലർലി എടുക്കണം. ഇൻസുലിൻ ആകാം, ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ്സ്, ടാബ്ലറ്റ്സ് ആകാം. ചിലർക്ക് 2 ഇൻസുലിനും ടാബ്ലറ്റും രണ്ടും കാണും. അവർക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് എടുക്കണം, എക്സസൈസ് ചെയ്യണം, ഡയറ്റ് ചെയ്യണം, റെഗുലർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇത്രയും ആകുമ്പം അവർക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈൽ ടുവേർഡ്സ് പോവാം. വേറെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവര് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലഡ് ഷുഗർ ഹൈ പക്ഷെ ഡയബറ്റീസ് ആണ് പറയാനുള്ള ലെവൽ എത്തിയിട്ടില്ല. അവർക്ക് പ്രീ ഡയബറ്റീസ് ഒരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്. അപ്പൊ അവര് കെയർ എടുത്താല് അവർക്ക് ഡയബറ്റീസ് വരുന്നത് പ്രിവെന്റ് ചെയ്യാം. അവർക്കും ഇതേ തന്നെയാ എക്സസൈസ്, ഡയറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും വളരെ ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ് ആണ്. സ്പെഷ്യലി പ്രീ ഡയബറ്റീസ്, കാരണം അവിടെ നമുക്കൊരു ചേഞ്ച് വരുത്താം. അപ്പൊ ഇന്ത്യയില് ഓരോ വർഷം ഓൾമോസ്റ്റ് 1 crore ആൾക്കാരാണ് പ്രീ ഡയബറ്റിക് ആകുന്നത്. അപ്പം നമ്മൾ ഡയബറ്റീസ് മാത്രമല്ല പ്രീ ഡയബറ്റീസിന്റെ കൂടെ ഇമ്പോർട്ടൻസ് മനസ്സിലാകണം. പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇപ്പോഴും ടൈം ഉണ്ട്. അവർക്ക് ഡയറ്റും എക്സസൈസും കൺട്രോൾ ചെയ്താൽ അവർക്ക് ഡയബറ്റീസിൽ നിന്ന് കുറെ നാളത്തേക്കെങ്കിലും ഒഴിവാകാം. ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ബിന്ദു ആണ്. ബിന്ദു എവിടുന്നാണ്? ചക്രക്കല്ല്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ ബിന്ദു. ഡോക്ടർ, ഈ ഷുഗർ പ്രമേഹം വന്നാൽ മൂത്രപ്പഴുപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ചെറിയതായിട്ട് എനിക്ക് പ്രമേഹം ഷുഗറിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഫാസ്റ്റിങ്ങില് ഇതുവരെ നോക്കുമ്പോ 115/16 ഉണ്ടായത്. ഹലോ, ചെറുതായിട്ട് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ടായാലും
നമ്മളത് സീരിയസ്ലി എടുക്കണം. നമ്മൾ ഈ സ്റ്റേജിൽ അത് സീരിയസ്ലി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ഒത്തിരിയും കൂടി ഒരു പ്രോപ്പർ ഹൈ ലെവൽ ഡയബറ്റീസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഈ സ്കൈല പറഞ്ഞ സെയിം കാര്യങ്ങൾ, ഡയറ്റ്, എക്സസൈസ്, വല്ല മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത്, ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ സീരിയസ്ലി ആയിട്ട് ചെയ്യണം. കാരണം സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്താൽ നമുക്ക് കുറെ ഹോൾഡ് കാണും, അതൊരു ഇച്ചിരി കൂടെ ബെറ്റർ രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തിരിക്കും. അപ്പോൾ ഏറ്റവും ഒരു ചെറിയ ഒരു മൈനർ പ്രോബ്ലം ആണെങ്കിലും നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമ്മുടെ ഫ്യൂച്ചറിലും ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈലും ക്വാളിറ്റി ഓഫ് ലൈഫിലും ഉണ്ടാകും. ചെറുതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതുണ്ടായിരുന്നു, മൂത്രത്തിൽ പഴുപ്പ്. അപ്പൊ നേരം ഫാസ്റ്റിങ്ങിനല്ലാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നോക്കുമ്പോൾ 154. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അന്നേരം അത് ഇതിന്റെ ഇനാണോ മൂത്രത്തിൽ പഴുപ്പ് ഇത് വരുന്നത് ചോദിക്കുക, പ്രമേഹത്തിന്റെ ഇതാണോ, ഷുഗർ ഉള്ളത് കൊണ്ടാണോ മൂത്രത്തിൽ പഴുപ്പുള്ളതെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് ബിന്ദു. അതുകൊണ്ടാകാം. അപ്പൊ മൂത്രത്തിന്റെ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഒരു യൂറിൻ റുട്ടീൻ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്ത് പസ് സെൽസിന് വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. അതിന്റെ കൂടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും ചെയ്യണം. വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന്റെ പിക്ചറിൽ അറിയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിക്കണം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ റുട്ടീൻ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്ല ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിസിഷ്യനോ ഡയബറ്റോളജിസ്റ്റോ നമ്മളോട് പറയും. ഓക്കെ ബിന്ദു. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ആയിഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ പ്രഗ്നന്റ് ആണ്. ഇപ്പൊ 3 മാസം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്തപ്പോ അതില് ഷുഗർ ഉണ്ട് എന്ന് കാണിച്ചു. അപ്പൊ പിന്നെ മെഡിസിൻ ഒന്നും തന്നിട്ടില്ല, ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അതിലെന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ പ്രഗ്നൻസിയില്? ഫസ്റ്റ് പ്രഗ്നൻസി ആണ്. ഇത് ബ്ലഡ് ഷുഗർ ആയിട്ട് ബ്ലഡ് ഷുഗർ യൂറിൻ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അതിന്റെ ഫുൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. ഷുഗറിന്റെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അങ്ങനെ കുറെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പം ഈ ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്താൽ കാര്യമായിട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റാ, അത് കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിനധികം താമസം വരില്ല. ഏറ്റവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് ഏറ്റവും ഉടനെ പോയി ആ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ്, വർക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അവർ തരുന്ന മെഡിക്കേഷൻസും റെഗുലർലി എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റാ. ഡയബറ്റീസും ഈ ബ്ലഡ് പ്രഷറും ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് അതിന്റെ മരുന്ന് കഴിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാകാം. വല്ലപ്പോഴും ഇങ്ങനെ മധുരം കഴിക്കാൻ എന്തെങ്കിലും കഴിക്കുന്നോണ്ട് വല്ല പ്രോബ്ലംസ് ഉണ്ടോ? ആണ്ടിലൊരിക്കൽ മധുരമൊക്കെ കഴിക്കാം, പക്ഷെങ്കിൽ എന്നാലും ഒരു ബ്ലഡ് ഷുഗർ എപ്പോഴും നമ്മൾ കൺട്രോളിൽ വെക്കണം, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒത്തിരിയും കൂടുതൽ മധുരമുള്ള പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ പിന്നെ ബ്ലഡ് ഷുഗർ ഔട്ട് ഓഫ് കൺട്രോൾ പോകുന്ന പ്രശ്നം ഉണ്ടാകും. ആ ഒരു കാര്യമുണ്ട്, വളരെ കെയർ എടുക്കണം ഈ സമയത്ത്. ഓക്കെ ആയിഷ. ഡോക്ടർ, അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് പ്രമേഹം ഉണ്ടാകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ അമിതവണ്ണം ഏത് തരത്തിലുള്ള വണ്ണമാണ് ഡോക്ടർ? പൊണ്ണത്തടിയാണോ? അതിനൊരു കണക്കില്ലേ? വണ്ണമുള്ളവർക്ക്, ഈ ഒബേസിറ്റി ഉള്ളവർക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റിസ്, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ഉള്ള ഡയബറ്റീസ് മെലൈറ്റിസ് ഫ്രീക്വന്റ് ആയിട്ട് അസോസിയേറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, ഹോമ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ഡയബറ്റിക്സിന്റെ ഈ ബ്ലഡ് ഷുഗറും ആ ഡിസീസിന്റെ കൺട്രോൾ ആയിട്ട് പാർട്ടായിട്ട് എല്ലാ ഡോക്ടേഴ്സും അഡ്വക്കേറ്റ് ചെയ്യുന്ന റെഡ്യൂസിങ് ബോഡി വെയിറ്റ്. അപ്പം ബോഡി വെയിറ്റ് കുറച്ചാല് ഈ ഷുഗർ കൺട്രോളിനകത്ത് അത് ഇഫക്റ്റീവ് ആകും. റിഡക്ഷൻ ഓഫ് ബോഡി വെയിറ്റ് അലോങ് വിത്ത് മെഡിക്കേഷൻസ്. അപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഈ കോമ്പിനേഷൻ ഓഫ് എല്ലാം ഫാക്ടേഴ്സ്, റിഡക്ഷൻ ഓഫ് ബോഡി വെയിറ്റ്, ഡയറ്റ്, എക്സസൈസ്, മെഡിക്കേഷൻസ്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ പറഞ്ഞ ഈ ഒബേസിറ്റി വണ്ണം ഉള്ളത് ടൈപ്പ് 2 ഡയബറ്റിക് മെലൈറ്റിസ്, അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് ലിങ്ക്ഡ് ഉള്ള ഡയബറ്റിസ് മെലൈറ്റിസും വളരെ ലിങ്ക്ഡ് ആണ്. ഓക്കെ ഡോക്ടർ, ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ ഹലോ ഹലോ
ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സുരേഷ്. സുരേഷ് എവിടെ നിന്നാണ്? ആറ്റടപ്പ ചാലക്കുടി 3 കിലോമീറ്റർ ഇപ്പുറം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ സുരേഷ്. ആ, ഹലോ സാർ. ഞാനിപ്പോ ഒരു 5 കൊല്ലമായിട്ട് ഷുഗറിന്റെ ഗുളിക കുടിക്കുന്നതാണ്. 5 വർഷം കൊണ്ട്. ആ, അപ്പൊ ഇപ്പൊ ഞാൻ ഒരു 13 ദിവസമായിട്ട് കഴിക്കല്ല. ഞാൻ ഒരു ആയുർവേദ മരുന്ന് കുടിക്കാന്ന്. അപ്പൊ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോ 415 ഭക്ഷണം കഴിച്ചിട്ട്. 415. ഓക്കെ. ആ, അപ്പൊ അവര് 21 ദിവസം മരുന്ന് കുടിക്കാനാ പറഞ്ഞേ. 21 ദിവസം അപ്പൊ 21 ദിവസം പച്ചമരുന്ന് കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോവാനാ പറഞ്ഞേ. അത് കഴിഞ്ഞാല് അവരെ സ്റ്റേറ്റ്മെന്റില് എനിക്ക് പിന്നെ ഗുളിക കുടിക്കാണ്ട് മാറുന്നാ പറയുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഹലോ സുരേഷ്, സംശയം എന്താണെന്ന് ചോദിച്ചോളൂ. സംശയം അതായത് നമ്മളിപ്പോ ഇംഗ്ലീഷ് മരുന്ന് 5 കൊല്ലമായിട്ട് കുടിച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ ഒരു രോഗിനെ കൊണ്ട് ഒരു ആയുർവേദത്തിൽ പോയപ്പോ ആടെ ബോർഡിൽ എഴുതി വെച്ച് കണ്ടിട്ട്, അപ്പൊ ആ സമയത്ത് ഞാൻ മരുന്ന് കുടിച്ച് ടെസ്റ്റ് ചെയ്തത് തന്നെ 220 വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പം 16 ദിവസമായി കുടിക്കാതെ, ഗുളിക കുടിക്കാണ്ട് അവര് തന്ന മരുന്ന് കുടിച്ചിട്ടാണ്. 10 ദിവസം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ 348 ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ 6 ദിവസം കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അതിന് പറഞ്ഞോ. പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറെ വർഷം ഒരേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പം ആ മരുന്ന് പിന്നെ ഇഫക്റ്റീവ് ആയില്ലെന്ന് ഇരിക്കാം. അപ്പം നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമുക്ക് ഡോക്ടർ ആ മരുന്ന് മാറ്റിത്തരും, ആ ടാബ്ലറ്റ്സ് മാറ്റിത്തരും, അല്ലെങ്കിൽ ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ഇൻസുലിൻ എടുക്കുവാണെങ്കിൽ ആ ഇൻസുലിൻ മാറ്റിത്തരും. അപ്പം കുറെ നാൾ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം കുറെ കഴിഞ്ഞ് അത് അതിന്റെ ഇഫക്റ്റീവ്നെസ് കുറഞ്ഞിരിക്കും. അപ്പൊ അതൊരു കാര്യം. ഡോക്ടറിന്റെ അടുത്ത് ഈ മരുന്നെല്ലാം കാണിച്ചിട്ട് ഒരു നീഡ് ഉണ്ടെങ്കിൽ ഒരു പുതിയ സെറ്റ് ഓഫ് മരുന്ന് എടുക്കേണ്ടി വരും. അതൊരു കാര്യം. പിന്നെ സെക്കൻഡ്ലി, നമ്മൾ ഈ ഡയബറ്റീസിനും ബ്ലഡ് പ്രഷറിനും ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന മരുന്നുകൾ ഒരിക്കലും ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ നിർത്താൻ പാടില്ല. ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് കൊണ്ടേ നമ്മൾ മരുന്ന് മാറുവോ നിർത്തുവോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇപ്പൊ ഈ ഷുഗർ ലെവൽ കൂടിയ സ്ഥിതിക്ക് ആയ അനുസരിച്ച് ഏറ്റവും എളുപ്പം ഒരു ഡോക്ടറിനെ കണ്ട് അതിന്റെ അഡ്വൈസും എന്തോ മരുന്ന് എടുക്കേണ്ടതെന്നും ഒക്കെ എല്ലാം ചെയ്യണം. അത് ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യപാലൻ ഡോക്ടർ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നേ. ചാലയില് പണ്ടേ ഉണ്ടായ ഒരു സത്യപാലൻ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറെ മരുന്നാ ഞാൻ കുടിച്ചേ. ഞാൻ ചാലക്കുന്ന ടാക്സി എടുക്കുന്നതാണ്. അപ്പൊ നമ്മളുമായിട്ട് നല്ല കൂടുതൽ ബന്ധം, ഫാമിലി ബന്ധമുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ പറയുന്ന പോലെയാണ് ഞാൻ ചെയ്യല്. പക്ഷെ ഡോക്ടറോട് ചോദിക്കാണ്ടാണ് ഞാൻ ഇപ്പൊ ആയുർവേദത്തിലേക്ക് മാറിയത്. അപ്പം ഏതായാലും ആ ഡോക്ടർ തന്നെ മരുന്നില്ലേ? അപ്പം ആ ഈ ടെസ്റ്റിന്റെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് ആ ഡോക്ടറിന്റെ അടുത്ത് പോയി ഒന്ന് കാണിക്കണം. അപ്പൊ ആ ഡോക്ടർ പറയും എന്തുവാ ചെയ്യേണ്ടത്. സാറിപ്പോ ക്വാറന്റൈൻ ആയതിനു ശേഷം സാഹിത്യോ വീട്ടിൽ നിന്ന് നോക്കുന്നില്ല. ആടെ ബോർഡ് വെച്ച് അപ്പൊ ആടെ പോവാൻ പറ്റിയില്ല. സാറ് പണ്ട് അപ്പം വേറെ ഇവിടെ ഏത് ഹോസ്പിറ്റലിലാ ഓപ്പൺ അല്ലെങ്കിൽ ഏത് ക്ലിനിക്കിലാ ഓപ്പൺ വെച്ചാൽ അവിടെ പോയി ഒരു ഡോക്ടറിനെ കാണിക്കണം. ഒരു ഡോക്ടറിനെ കാണിച്ചാൽ ഡോക്ടർ പരിശോധിക്കുമ്പോഴേ അതിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴേ എന്തുവാണ് ഇതിനുള്ള ഇനിയുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ജൻകെയർ നമ്മള് പണ്ട് ഹോസ്പിറ്റൽ ഓപ്പൺ ആകുന്നതിന് മുന്നേ നമ്മളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ അവിടുന്ന് ടാക്സി എടുക്കുന്ന. ശരി, എന്നാ ഞാൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ പ്രമേഹം നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ലേ? അതിന് മുൻപ് എന്തെങ്കിലും മുൻകരുതൽ എടുക്കാൻ പറ്റുമോ വരാതിരിക്കാൻ? പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നീക്കാൻ പറ്റില്ല. പക്ഷേ പ്രീ ഡയബറ്റീസ് ആണെങ്കിൽ അതിന്റെ മുന്നേ നമ്മൾ അതിന് പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്താൽ നമുക്കത് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് തള്ളി കളയാൻ പറ്റും. ഈ പ്രീ ഡയബറ്റീസിന്റെ ഒരു 10 തൊട്ട് 20% ആൾക്കാർ ഡയബറ്റീസിലോട്ട് പോകും കുറെ വർഷത്തിനുള്ളിൽ. അപ്പൊ ഈ പ്രീ ഡയബറ്റീസിലെ ഉള്ള നമുക്ക് രോഗം വരാതിരിക്കാൻ ഒരു ചാൻസ് ഉള്ളത്. പക്ഷെ ഈ പ്രമേഹം ഓൾറെഡി വന്നിട്ടുള്ളതാണെങ്കിൽ പിന്നെ അത് നമുക്ക് മാറ്റി കിട്ടാൻ പറ്റത്തില്ല. നമ്മളത് മെഡിക്കേഷൻസ് എടുത്തേ പറ്റത്തുള്ളൂ. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഈ കൊറോണയുടെ ഒക്കെ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് പുറത്തിറങ്ങാനും ലാബുകളിൽ പോയി പരിശോധിക്കാനൊക്കെ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ആളുകൾക്ക് ഭയമുണ്ട് പുറത്തിറങ്ങാൻ. അവർക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകാനുണ്ടോ ഡോക്ടർ?
അവർക്ക് എനിക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പല ലബോറട്ടറീസും പല ഹോസ്പിറ്റൽസും വീട്ടിൽ പോയി സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. ലാബ് അറ്റ് ഹോം എന്നും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഹോസ്പിറ്റൽസും അത് ചെയ്യുന്നുണ്ട്, പല പ്രൈവറ്റ് ലബോറട്ടറീസ് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് വീട്ടിൽ വന്ന് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പിന്നീട് അവരുടെ റിപ്പോർട്ട് ഫോണിൽ അയക്കുകയോ ഇമെയിലിൽ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാർക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ വന്ന് അവരുടെ വീട്ടിൽ സാമ്പിൾ കൊടുത്താൽ മതി. പിന്നെ പ്രോബ്ലം വല്ലതും ഉണ്ടെങ്കിലോ റിപ്പോർട്ട് ഒരു അബ്നോർമൽ റേഞ്ചിലുള്ള വാല്യൂസ് ആണെങ്കിലോ അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണിച്ചാൽ മതി. പിന്നെ അതല്ലാതെ പല ഹോസ്പിറ്റൽസും ഈ ഡോക്ടർ ഹോം അല്ലെങ്കിൽ ഡോക്ടർ വിസിറ്റിംഗ് ഹോം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഡോക്ടർ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഒരു ബേസിക് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽസിലോട്ട് വന്നാൽ മതി. നമ്മുടെ ജിം കെയർ ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനെ ഒരു ചെറിയ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ കൊറോണ ഉള്ള കാലഘട്ടത്തിൽ ഈ പ്രായമുള്ളവരും പേടിയായിട്ടൊക്കെ ഉള്ളവരും വീട്ടിൽ വരാതെ തന്നെ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് വീട്ടിൽ ലഭ്യമാക്കി അവരവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കണം. പിന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ മാറിക്കഴിഞ്ഞ് അവര് പിന്നീട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുകയോ അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് ഉള്ളവരെയാ, കോംപ്ലിക്കേഷൻസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തായിട്ടുള്ളവർക്ക് ചിലർക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വീട്ടിൽ വന്ന് ഒരു സ്ക്രീനിങ് നടത്തിയിട്ട് പിന്നെ ഹോസ്പിറ്റലിനോട്ട് വരുന്നതാണ് നല്ലത്. കാരണം അപ്പൊ അന്നേരം നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാം. ഓക്കെ ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സമയം ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. ഓക്കെ, താങ്ക് യു. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.